ദൈവത്തിരുനാമത്തോട് മാറാകട്ടെ. ഇവരുടെ നാമം മഹിമപ്പെടുവதாக. ചില നാളുകൾക്ക് ശേഷം ദൈവവചനമായിട്ട് ദൈവമുമ്പാകെ നിൽക്കുവാനും സഭയുടെ മധ്യയെ എഴുന്നേൽപ്പാനും എന്നെ സഹായിച്ച് എന്നെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. சில நாட்கள் கழித்து இவ்வண்ணமாக சபையில் வந்து சபையில் உள்ள செய்தி எடுக்க தேவன் தாமே கிருபை செய்ததற்காக தேவனுக்கு நன்றியை தெரிவிக்கின்றேன். കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവമടിയനോടുള്ള ബന്ധത്തിൽ നല്ലവനും വിശ്വസ്തനുമായിട്ട് എന്നെ കരുതുവാനായിട്ട് ഇടയായിത്തീർന്നു. இந்நாட்களிலெல்லாம் தேவனாகிய கர்த்தர் எனக்கு நல்ல விசுவாசமான தேவனாக இருந்ததற்காக தேவனை ஸ்தோத்திரிக்கின்றேன். ഇന്ന് ദൈവം മുമ്പാകെ നാം ആരാധിച്ചതുപോലെ ഇന്ന് നമ്മുടെ ആരാധനയിലൊക്കെയും നാം ചിന്തിച്ചത് കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ കുറിച്ചായിരുന്നു. இன்றைக்கு ஆராதனையில் சிந்தித்த வண்ணமாக பிரத்யேகமாக தேவனுடைய அன்பை குறித்து நாம் சிந்தித்துக் கொண்டிருந்தோம். നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനുമാണ് നമ്മുടെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത് നമ്മൾ ഓർക്കുകയുണ്ടായി. நமக்கு தெரியும், நாம் வந்து நம்முடைய தேவனாகிய ஆண்டவரை அவருடைய நாமத்தை உயர்த்தும்படியாக நம்மை அவர் தெரிந்து கொண்டார். ഇന്ന് നാം ആരാധിച്ച് മടങ്ങുന്നത് ഒരു പ്രവൃത്തിയായിട്ടല്ല, മറിച്ചോ ഇത് നമ്മുടെ ജീവിതമായിട്ടാണ് നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. நாம் இங்க கடந்து வந்து அவரை ஆராதித்து போகும்போது ஒரு காரியமாக மட்டுமல்ல, நம்மளுடைய வாழ்க்கையினுடைய ஒரு பகுதியாகவே நாம் இதை கருதுகின்றோம். ഇന്ന് ലഘുവായിട്ടുള്ള ഒരു ചിന്തയെ കൂടെയാണ് പോകുവാനായിട്ട് അടിയൻ താല്പര്യപ്പെടുന്നത്. இன்றைக்கு ஒரு லேசான காரியங்களை குறித்து மட்டும் நான் சிந்திக்க விரும்புகின்றேன். നമുക്ക് അതിനുവേണ്ടി ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. அதற்கு ஏதுவாக லூக்கா எழுதிய சுவிசேஷம் 17-ாம் அத்தியாயம் 15 முதல் 3 മുതൽ 15. ലൂക്കാ എഴുതിയ സുവിശേഷം 15 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം വാസിப்போம். ദൈവം തന്നെ ഈ വചനങ്ങളെ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം താമേ இந்த വചനങ്ങളെ ആശീർവദിപ്പാരാக. ഇവിടെ നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് കാണാതെ പോയ ഒരു ആടിനെ കുറിച്ചുള്ള ഒരു ഉപമയായിട്ടാണ് നമ്മൾ ഇവിടെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. இங்கே வாசித்தோம், காணாமல் போன ஒரு ஆட்டை குறித்து தான் இந்த வேத பகுதியில் நாம் காண்கின்றோம். ഇവിടെ നമുക്കറിയാം, ഈ നല്ല ഇടയൻ കാണാതെ പോയ ഈ ഒരു ആടിനെ തേടി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. நாம் இங்கே காண்கின்றோம், காணாமல் போன அந்த ஒரு ஆட்டை தேடி போகின்ற ஒரு இடையனை பற்றி. ഇവിടെ ഇടയന് അനേക ആടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ ആടുകളെല്ലാം മേച്ച് ഇതിന് ശേഷം ഇതിനൊക്കെയും കാവൽ ചെയ്യുന്ന സമയത്ത് എണ്ണി നോക്കുമ്പോൾ ഒന്നിനെ കാണാനില്ല എന്ന് അറിഞ്ഞപ്പോൾ മറ്റ് 99 ആടിനെയും വിട്ടേച്ചിട്ട് ഒന്നിനെ തേടി പോകുന്ന നല്ലൊരു ഇടയനെ കുറിച്ചാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. இங்கு பார்க்கும்போது அந்த இடையருக்கு அநேக ஆடுகள் இருந்தது. அந்த ஆடுகளில் அவர் மேய்த்து கொண்டு இருக்கும்போது அந்த ஆடுகள் எண்ணி பார்க்கும்போது அதில் ஒரு ஆடு காணாமல் போன போது அந்த ஒரு ஆட்டை தேடி போகின்ற ஒரு நல்ல ഇടയനെ പറ്റി നാം കാണിക്കിன்றோம். ഒരു പക്ഷേ ഈ ഒരു നല്ല ഇടയന്റെ ക്യാരക്ടർ ഇടയൻ ഇല്ലായിരുന്നെങ്കിൽ ആ ഒന്നിനെ തേടി പോകുവാനായിട്ട് ഒരിക്കലും തുനിയില്ലായിരുന്നു. அந்த நல்ல இடையனுடைய அந்த நல்ல குணாதிசயங்கள் இருந்ததுனால தான் அந்த இடையன் அந்த ஒரு ஆட்டை தேடி போகின்றார். പ്രിയപ്പെട്ടവരെ, നമ്മോടുള്ള ബന്ധത്തിലും ഈ 1 എന്ന ഈ നമ്പർ നമ്മളെ വ്യക്തിപരമായിട്ട് ദൈവം വിളിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. நம்மளுடைய இதை பற்றி நாம் சிந்திக்கும் போது அந்த 1 என்ற நம்பர், அதாவது நம்மை குறித்து நாம் ஒருவர் നമ്മை தேடி வந்த அந்த தேவனுடைய அன்பை இங்கு வெளிப்படுத்துகின்றது. നമുക്കറിയാം, നമ്മുടെ ദൈവം മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി
അവൻ തന്നെ യാഗമായി തീർന്നപ്പോഴും നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായ രീതിയിൽ സ്നേഹിക്കുവാനായിട്ട് അവൻ ഇടയായിത്തീരുന്നു. நம்மளுடைய தேவனாகிய கர்த்தர் நம்மை ரட்சிக்கும் போது நம்ம ஒருவரை மட்டும் அவர் தேடி வந்து நம்மை ரட்சிக்கும்படியாக அவர் வந்தார் என்பதை நாம் காண்கின்றோம். அவர் அவ்வளவாக அன்பு கூர்ந்தார் நம்மை. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വചനം നമ്മളെ കൂടുതലായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നതും നമ്മളെ ഉറപ്പിക്കുന്നതുമായിട്ട് കാര്യം ഈ കാണാതെ പോയ ഒരു ആടിനെ തേടി വന്ന ദൈവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. அதுதான் இந்த வசனத்தை தியானிக்கும் போது அவருடைய அன்பை வெளிப்படுத்தும்படியாக அந்த ஒரு ஆட்டை தேடி போகின்ற தேவனை குறித்து நாம் இங்கு காண்கின்றோம். നമുക്കറിയാം സങ്കീർത്തന പുസ്തകങ്ങൾ 23 നമ്മൾ വായിക്കുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായി. சங்கீத புஸ்தகங்களில் 23வது அதிகாரத்தில் நாம் காண்கின்றோம், என் தேவன் என்னுடைய இடையனாக இருக்கின்றார். ദൈവം നമ്മുടെ ഇടയനാകണമെങ്കിൽ നാം അവന്റെ ആടുകളായി തീരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. தேவன் நம்முடைய இடையனாக இருப்பதனால் நாம் அவருடைய ஆடுகளாக இருக்க வேண்டும். അവന്റെ ആടുകൾ അവന്റെ മന്തയിൽ ഇരിക്കണം. അതുകൊണ്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ആടുകളൊക്കെയും ആ ഇടയന്റെ അണ്ടറിൽ ഇരുന്നാൽ ഒഴികെ അവന് നല്ല ഒരു ഇടയനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സെക്യൂർ ആയിട്ട് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരില്ല. அந்த ஆடுகள் அனைத்துமே அந்த இடையனுடைய மந்தையில் இருக்க வேண்டும். அப்பொழுதுதான் அந்த ஆடுகளுக்கு பத்திரம் உண்டாகும். എന്നാൽ ഇവിടെ ഈ കാണാതെ പോയ ഒരു ആട് നോക്കുമ്പോൾ അത് ഈ ഇടയന്റെ ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. இங்க பார்க்கும்போது அந்த ஒரு ஆடு அந்த இடையனுடைய அந்த பவுண்டரி அதனுடைய எல்லையிலிருந்து அது கடந்து போவதாக நாம் காண்கின்றோம். നമുക്കറിയാം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവ സാന്നിധ്യത്തിലാണ് മനുഷ്യനെ ദൈവം ഉണ്ടാക്കി വെച്ചത്. നമുക്ക് தெரியும், നമ്മை தேவன் சிருஷ்டித்த போது தேவன் தம்முடைய சாயலை கொடுத்து நம்மை சிருஷ்டித்தார். അത് മാത്രമല്ല ദൈവത്തിന്റെ ആ ഒരു തേജസ്സിലാണ് അവനെ നിർത്തിയത്. அவர் அவருடைய அந்த அவருடைய தேஜஸ் அதாவது மகிமையில் அவரை നമ്മെ സൃഷ്ടിத்தார். എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ ദൈവ തേജസ് നഷ്ടപ്പെടുവാനും ഈ ഒരു മന്ദ നഷ്ടപ്പെട്ട് അവൻ മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. നാം அவருடைய மகிமையில் சிருஷ்டிக்கப்பட்ட நாம் பாவத்தினால் அந்த மகிமையை இழந்து காணாமல் போன ஆட்டை போல நாம் இருந்தோம். ദൈവം അനേക സൃഷ്ടികളെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. தேவன் அநேக சிருஷ்டிகளை சிருஷ்டித்திருந்தார். ഒടുവിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. அதன் கடைசியாக മനുഷ്യനെ സൃഷ്ടിத்தார். എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനെ സ്നേഹത്തോടും ദൈവത്തിന്റെ ആ സാദൃശ്യത്തിലും അവനെ സൃഷ്ടിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. ஆனால் மனிதனை சிருஷ்டித்த போது அந்த அன்பினாலும் அவருடைய சாயலினாலும் அவர் சிருஷ்டித்தார். പ്രിയപ്പെട്ടവർ, ഇതൊക്കെയും വേറെ ഏതോ ഒരു ഗ്രഹത്തിലുള്ള ഒരു ജനത്തെ കുറിച്ചുള്ള ദൈവദൂതല്ല, ഇത് നമ്മളെ കുറിച്ചാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവജനമേ, இதை நாம் கேட்கும்போது இந்த மனித சிருஷ்டி என்பது மற்றுள்ள கிரகங்களில் உள்ள வெவ்வேறு ஆட்களை குறித்தல்ல, നമ്മை குறித்து, இந்த பூமியில் உள்ள நம்மை குறித்து தான் இந்த வேதம் சொல்கிறது. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥമാണ് ദൈവം ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. நம்முடைய ജീവിതத்தின் வாழ்க்கையினுடைய அந்த അർത്ഥങ്ങളെത്താൻ இந்த വേദ പതികൾ നമുക്കറിയാം. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടികർത്താവ് തന്റെ വാക്കിന്റെ പ്രവൃത്തിയുടെ ബലത്തില് ഉളവാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ദേവൻ തമ്മിൽ സൃഷ്ടിച്ച പോത് തമ്മുடைய വാർത്തയിനാൽ സകലത്തെയും ഉണ്ടാക്കിനാർ. എന്നാൽ നിങ്ങളെയും എന്നെയും മാനവരാശിയെ സൃഷ്ടിച്ചപ്പോൾ കർത്താവ് തന്റെ സ്വന്തം കരങ്ങളെ ഉപയോഗിച്ച് തന്റെ സ്വന്തം ജീവശ്വാസത്തെ കൊടുത്ത് ആ ക്രിയേച്ചറിന് ഉണ്ടാക്കുന്ന പ്രൊസീജിയർ ഒരു ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ കാണുവാനായിട്ട് ഇടയായത്. മനുഷ്യനെ സൃഷ്ടിച്ച പോത് ദേവൻ നമ്മുടെ നാസിയിൽ തன்னுடைய ശ്വാസത്തെ കൊടുത്ത് നമ്മെ സൃഷ്ടിത്താർ. കാരണം നമുക്കറിയാം, ദൈവം മുമ്പാകെ നമ്മളെ ദൈവം അത്രയും വിലയേറിയ പാത്രങ്ങളായിട്ട് കാണുവാനായിട്ട് ഇടയായി. ஏனென்றால் தேவன் நம்மை ஒரு நல்ல பாத்திரமாக, வெளியேறப்பெற்ற பாத்திரமாக அவர் தேர்ந்தெடுத்ததினால் அவர் நம்மை சிநேகித்தார். എന്നാൽ മാനവരാശി പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി പോയപ്പോൾ ഈ നല്ല ഇടയനെ പോലെ തേടി വന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. ஆனால் மனித ஜாதி பாவத்தினால் தேவனிலிருந்து வேறுபட்டு தேவனிலிருந்து அகன்று போன போது நம்மை தேடி நம்முடைய ஆண்டவர் வந்தார். നമുക്ക് വചനത്തിൽ അനേക ഇതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. എന്ത് തന്നെ ആയാലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്, ദൈവാത്മാവ് നമ്മളെ വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്, ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് സ്നേഹിച്ചു എന്നുള്ളതാണ്. വചനത്തിൽ അനേക ഉദാഹരണങ്ങൾ അത് കൊടുക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിത്താർ என்ற அந்த பெரிய ஒரு இது அங்க நிறைய பாகங்கள் கொடுக்கப்பட்டிருக்கின்றது.
ഇന്ന് നമ്മുടെ ജീവിതവും കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ എത്രമാത്രം സ്നേഹം നമ്മുടെ കർത്താവ് നൽകിയിട്ടാണ് ഇത്രയും ധന്യമായ പദവിയിലെ കർത്താവ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. நாம் இவர்களை பற்றி சிந்திக்கும் போது தேவன் நம்மை எவ்வளவாக அன்பு செய்தார் என்பதை நாம் புரிந்து கொள்ள வேண்டும், தெரிந்து கொள்ள வேண்டும். ഇതൊന്നും മനുഷ്യന്റെ ബുദ്ധിയിലെ മനസ്സിലാക്കി തീർക്കുവാനോ അല്ലെങ്കിൽ ചിന്തിച്ച് തീർക്കുവാനോ ഇടയായി തീരാത്ത ഒരു വലിയൊരു സത്യമാണ് ദൈവസ്നേഹം എന്നുള്ളത്. நம்முடைய சிறிய புத்திக்கு, மனிதனுடைய சிறிய புத்திக்கு நம்முடைய உளவாக ஆராய்ந்து சிந்தித்தாலும் அதை அளக்க முடியாத கூடிய ഇதாக இருக்கின்றது தேவனுடைய அன்பு. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 11-ലെ ഒരു പാപിനിയായ ഒരു സ്ത്രീയെ ദൈവം അവളുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ഒരു രംഗത്തെ നമ്മൾ കാണുവാനായിട്ട് யோவானுடைய சுவிசேஷத்தில் 8-ாம் அதிகாரத்தில் ஒரு பாவினியாகிய ஸ்திரீயினுடைய அந்த இதை நாங்கள் பார்க்கின்றோம். അതിലെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാനും ശിക്ഷ വിധിക്കുന്നില്ല, നീ പാപം ചെയ്യരുത് എന്ന് ആ സ്ത്രീയെ നോക്കി ദൈവം പറയുന്നതായിട്ട് നമ്മൾ കാണും. பார்க்கும்போது அந்த பாவம் செய்த அந்த ஸ்திரீயை பார்த்து தேவனாகிய கர்த்தர் என்ன சொல்கிறார்? நானும் உன்னை விதிப்பதில்லை, നീ ഇനിമേൽ പാപം ചെയ്യാതെ എൻകിன்றார். ഇവിടെ യേശു കർത്താവിന്റെ അടുത്തേക്ക് ഈ പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന് ഇവർ പറയുന്ന ഈ പഴയ നിയമത്തിലുള്ള ആ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള ആ നിയോഗത്തെ പറയുമ്പോൾ ദൈവം അവിടെ ആ വിധികളെ മാറ്റി അവളെ ശിക്ഷയിൽ നിന്ന് വിമോചിതനാക്കി അവളെ പാപത്തെ പരിഹരിക്കുന്ന ഒരു രംഗത്തെയാണ് നമ്മളവിടെ കാണുവാനായിട്ട് பார்க்கும்போது அந்த பாவத்தால் பிடிப்பட்ட அந்த பெண்ணை பழைய ஏற்பாட்டு நிமித்தமாக அதை தான் விதிக்காமல் புதிய ஒரு புதிய ஒரு நடவடிக்கையாக அவர் என்ன பண்ணுகின்றார்? அந்த இவர்களுக்கு மத்தியில் அந்த பெண்ணை മന്നിച്ച് വിടുകിன்றார். அந்த അൻപൈத்தான் അங்கு കാണാൻ முடிகின்றது. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തെ അവൻ ക്ഷമിക്കുന്നു, അതേപോലെ പാപത്തെ അവൻ വെറുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. நம்முடைய பாவங்களை அவர் மன்னிக்கின்றார், ஆனால் பாவத்தை அவர் வெறுக்கின்ற தேவனாக இருக்கின்றார். ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് കർത്താവിന്റെ നാമത്തെ നമ്മൾ വായിലെടുത്ത് പാടുമ്പോഴേക്കും എവിടെയെങ്കിലും ഒരു പിഴവ് വരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷത്തിന് കുറവുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിൽ എവിടെയോ പാപം ഉണ്ട് എന്നുള്ളതാണ്. நாம் அவரை துதித்து பாடும்போது நம்ம அவரை ஆராதிக்கும் போது ஏதேனும் குறைவுகள் எங்கேயும் இருப்பின் அதனுடைய அர்த்தம் நம்மில் பாவம் இருக்கிறது என்பதுதான். ഈ ആട് മന്തയെ വിട്ട് പോവേണ്ട റീസൺ എന്തെന്നാൽ എന്തെങ്കിലും ഒരു കുറവ് ആടില് കണ്ടതുകൊണ്ടാണ് ഈ ആട് ആ മന്തയിൽ നിന്ന് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. அந்த ஒரு ஆடு அந்த மந்தையிலிருந்து விலகி போவதற்கான காரணம் அதில் ஏதோ ஒரு குறை உண்டு என்பதுதான். ഇന്ന് നമ്മുടെ ശുശ്രൂഷകളിലൊക്കെയും പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ നാം മറ്റു പലരെയും നമ്മൾ ന്യായം വിധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. நம்மளுடைய சபையில் நடக்கின்ற ஒவ்வொரு காரியங்களிலும் நாம் இந்த மாதிரி ஏதோ இருக்கும்போது நாம் மற்றவர்களைத்தான் நாம் குறை சொல்கின்றோம். നമുക്കറിയാം ഈ ഇടയൻ ഈ ഒന്നിനെ തേടി പോകുമ്പോൾ ഇടയനില്ലാത്ത കൂട്ടം എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. இந்த இடையன் ஒரு ஆட்டை தேடி தான் போகும்போது மற்ற ஆடுகளுடைய இது நாம் சிந்தித்து பார்க்க வேண்டும். அவர்களெல்லாம் எப்படி எந்த அளவுக்கு அவைகள் ഭാരപ്പെടുகின்றது എന്ന് നാം നിனைக்க வேண்டும். അതുപോലെ ദൈവസഭയിലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം എത്രമാത്രം നന്മയായിട്ട് ഉണ്ടോ അതിനെ വെച്ചിട്ടാണ് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളുടെ ആ വലിയ ആ മഹത്വം നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. நம்மளுள்ள நன்மைகளுடைய அந்த இதை வச்சுதான் நம்ம சபையில நடக்கக்கூடிய ஒவ்வொரு காரியங்களையும் நாம் அளவிட முடியும். ഇവിടെ നമുക്ക് വീണ്ടും താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, പാപിയായ ഒരു മനുഷ്യൻ രൂപാന്തരം പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ഒരു വലിയ സന്തോഷത്തെ കുറിച്ച് ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പകുതികളിൽ നാം വാസിക്കും போது தேவலோகத்தில் அந்த நடக்கின்ற அந்த சந்தோஷத்தை குறித்து அந்த பாவியான மனிதனுடைய மாற்றத்தை காணும்போது സ്വർഗ്ഗലോകത്തിൽ നടക്കിன்ற அந்த സന്തോഷ செய்தியை தான் நாம் இங்கு பார்க்கின்றோம். നാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്താലും അതിന് ആ കാളും സ്വർഗം സന്തോഷിക്കുന്ന ഒരു കാര്യം ദൈവ സന്നിധിയിലെ നമ്മുടെ ജീവിതങ്ങൾ എത്രമാത്രം കറയില്ലാത്തതായിട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. நம்மளுடைய எவ்வளவு என்னென்ன காரியங்கள் செய்தாலும் அந்த காரியங்கள் எல்லாம் தெய்வ சந்நிதியில் சந்தோஷமாக இருக்க வேண்டும் என்பதுதான். നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ വെച്ചിട്ട് ഒരിക്കലും
ഈ നല്ല ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീരില്ല. நம்ம குறைகளை வைத்துக் கொண்டு தேவன் இந்த பரிசுத்தமான தேவனை நாம் ஆராதிக்க முடியாது. ഈ ദൈവത്തെ ഒരിക്കലും നമുക്ക് കബളിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരില്ല. இந்த தேவனை நம்மால் வந்துட்டு கபலீகரம் செய்ய முடியாது. എന്നാൽ അവർക്ക് എല്ലാമേ தெரியும். നമ്മൾ വിചാരിക്കും നമ്മുടെ കർത്താവ് എന്തൊക്കെയും പറഞ്ഞാലും അത് സ്വീകരിക്കും, എന്തൊക്കെയും പ്രാർത്ഥിച്ചാലും കേൾക്കും, നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവ് സ്വർഗം തുറന്ന് സ്വീകരിക്കുന്നെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ കുറവുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളുടെ ബന്ധത്തിലെ വലിയൊരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കും. பார்க்கும்போது நாம் என்னதான் ஊழியங்கள் செய்தாலும் என்னதான் காரியங்கள் செய்தாலும் நம்மில் ஏதேனும் குறைவு இருப்பின் அதை கர்த்தர் அறிவார், அதை நன்கு அறிவார். அதனால் நாம் ரொம்ப ஜாக்கிரதையாக இருக்க வேண்டும். കാരണം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള ഒരു കർത്താവിന്റെ കണ്ണുകള് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വചനം നമ്മളെ വീണ്ടും വീണ്ടും മനസ്സിലാക്കിപ്പിക്കുന്നത്. ஏனெனில் அக்னி ஜுவாலைக்கு ஒத்த கண்களை உடைய கர்த்தர் நம்மை எப்பொழுதும் பார்த்து கொண்டிருக்கின்றார். அப்படிதான் எழுதப்பட்டிருக்கிறது. നമ്മുടെ കുറവുകൾ ഒരിക്കലും നമ്മുടെ കൂട്ടുവിശ്വാസികൾക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ അപ്പനോ അറിയില്ല. പക്ഷേ സകലത്തെയും അറിയുവാൻ അറിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് മറന്നു കളയാൻ പാടില്ല. நம்மளுடைய விசுவாசத்தில் குறைவுகள் நம்முடைய சபையில் உள்ள மக்களுக்கோ அல்லது நம்மளுடைய குடும்பத்தாருக்கோ മറ്റുള്ളവർക്കോ അത് தெரியாமல் இருக்கலாம். ஆனால் தேவனுக்கு அது சகலதும் தெரிந்தது. എന്റെ സബ്ജക്ട് അങ്ങനെ മാറിപ്പോകുന്നെങ്കിലും ദൈവാത്മാവ് പറയിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്കും അത് ബലപ്പെടുവാനായിട്ട് ദൈവം എന്നെ നടത്തുന്നതോടൊക്കെ താൻ ഞാൻ സ്തുതിക്കുന്നു. நான் பேசுகின்ற அந்த என்னுடைய சப்ஜெக்டே மாறி போகின்றது. ஆனாலும் என்னுடைய வாழ்க்கைக்கும் அது ஒரு பிரயோஜனமாக இருக்கும் என்று நம்பி நான் அதை சொல்கின்றேன். നമുക്കറിയാം അനേക വ്യക്തികള് ഈ കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ അവനെ പിന്തുടരുവാനായിട്ട് ഇടയായിത്തീർന്നു. அநேகர் அவர் இந்த பூமியில் இருந்தபோது கர்த்தர் இந்த பூமியில் இருந்தபோது அவரை பின்பற்றி சென்றார்கள். എന്നാൽ അവർക്കൊന്നും ചില നന്മകളെ ലഭിക്കാതിരുന്നപ്പോൾ അവരേക്കും കർത്താവിനെ വിട്ടുപോയി എന്ന് നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. அவர்களுடைய வாழ்க்கையில் நன்மைகள் ஏதும் கிடைக்காத போது அவர்கள் எல்லாம் கர்த்தரை விட்டு போனார்கள் என்று யோவானுடைய പുസ്തകത്തിൽ നാം വാസിക്കുന്നു. ഇത് നമുക്ക് നമ്മുടെ സഭാ കൂടിവരവുകളൊക്കെയും നമുക്കൊരു റെസ്പെക്ട് അല്ലെങ്കിൽ മഹത്വം നൽകിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെയും ഇവിടെ നിന്നിട്ട് പോകുന്ന ഒരു ജനമായിട്ടാണ് നമ്മൾ കാണുന്നത്. நம்முடைய சபையில ஏதாவது ஊழியர்கள் நமக்கு கரெக்டாக கொடுக்கல, நம்ம மதிக்கலன்னா நம்ம சபையில இருந்து வெளியே போகின்ற ஒரு காட்சி தான் நாம் காண்கின்றோம். നമ്മൾ വേഗം പറയും എന്നെ ഇൻസൾട്ട് ചെയ്ത സഹോദരൻ ഞാൻ ഇനി വരുന്നില്ല. உடனடியாக நம்ம உடனே சொல்லிடுவோம் நம்ம ஒரு வந்துட்டு நம்ம சபையில இன்சல்ட் பண்ணிட்டாங்க, அது நம்மளுடைய ரொம்ப கீழ்த்தரமாக நம்மளை நடத்திட்டாங்க. അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ അവരെ ശിക്ഷിച്ചു, ഞാൻ വരുന്നില്ല സഭയ്ക്ക്. என்னுடைய குழந்தைகளை அவர்கள் சிக்ഷിத்தார்கள், தண்டித்தார்கள் என்று நான் சபையில வர்றதில்லை சொல்லி. നിങ്ങൾ വരുന്നതിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിനെ മുന്നിൽ നിർത്തിയിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റസിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനാണോ നാം സഭയ്ക്ക് വരുന്നതെന്ന് ദൈവം നമ്മളോട് ചോദിക്കും. നാം സഭയ്ക്ക് വരുவது கர்த்தராகிய இயேசு கிறிஸ்துவை முன்னிறுத்துவதற்காகவோ அல்லது நம்மளுடைய சுய மதிப்பை கூட்டுவதற்காகவோ அது எதற்காக வருகின்றோம் என்று நாம் நினைக்க வேண்டும். ഇന്ന് ഒരു ചില സഭകളിലെ ഞാൻ നമ്മുടെ സഭയെ എടുക്കണില്ല, ആകമൊത്തത്തിൽ ഞാൻ പറയുകയാണ്, ഇഷ്ടമില്ലാത്ത ഒരു സഹോദരൻ എടുത്തൊരു പാട്ട് പാടുവാൻ പോലും ചിലർക്ക് മടിയാണ്. இன்று நம்முடைய சபையை குறிப்பாக நான் குறிப்பிடவில்லை, ஆக மொத்தமாக பார்க்கும்போது சபைகள் ஒரு பாட்டை எடுத்தால் அந்த பாட்டை கூட மற்றவர்கள் ஏற்று பாட இன்னைக்கு ரொம்ப திகைக்கின்றார்கள். ഒരു സഹോദരൻ ഒരു മെസ്സേജ് കൊടുത്താൽ അതൊന്ന് നോട്ട് ചെയ്യുവാൻ പോലും അറിയില്ല, അവന്റെ ജീവിതം എനിക്ക് അറിയാമെന്ന് ന്യായം വിധിക്കുന്ന ജനത്തിന്റെ മധ്യയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ஒரு செய்தியை கொடுக்கும் போது கூட அந்த செய்தியினுடைய குறிப்புகளை எடுக்க எழுதி வைக்க யாருமே துணிவதில்லை. இந்த சகோதரனுடைய வாழ்க்கை எங்களுக்கு தெரியும் என்று அவர்கள் தங்களை தாங்களே இது பண்ணி கொள்கிறார்கள். പ്രിയപ്പെട്ടവർ, അങ്ങനെ ദൈവം നിന്നെയും എന്നെയും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സ്വർഗത്തിലിരിക്കുന്ന ആ വലിയ കർത്താവ് നമ്മളെ തേടി ലോകത്തേക്ക് വരില്ലായിരുന്നു. என்னையும் உங்களை குறித்து தேவன் அப்படி நினைத்திருந்தால் தேவன் தாம் இந்த உலகத்துக்கு வந்திருக்கவே மாட்டார். നമ്മുടെ ജീവിതത്തിലെ ക്രൂശിതനായ ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വരുന്നതെന്ന് ഓർത്തെങ്കിൽ ഇതൊന്നും നമുക്ക് വലിയ പ്രശ്നമായിട്ട് വരികയില്ല. சிலுவையில் அறையப்பட்ட கிறிஸ்துவினுடைய சன்னிதானத்தில் നമ്മൾ കടന്നു വരുகின்றோം എന്ന ചിന്തனை നമുക്ക് இருந்தால் ഇവകളൊന്നും പെരിதாக നമുക്ക് தெரியாது. നമ്മുടെ ജീവിതത്തിലെ നമുക്കറിയാം, യോനയുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പാപം നിമിത്തമാണ് ആ കപ്പൽ മൊത്തം അത് കൺട്രോൾ ഇല്ലാതെ അത് മുങ്ങുവാനായിട്ട് പോകുവാനായിട്ട് ഇടയായി. யோனாவின் புத்தகத்தில் நாம் காண்கின்றோம், அவனுடைய பாவ நிமித்தமாக அந்த கப்பல் அப்படியே
மூழ்கி போகின்ற ஒரு சூழ்நிலையில் வந்தது. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ദൈവസഭയിലുള്ള ആ ഒരു തീവ്രത കുറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. நம்மளுடைய சொந்த பிரச்சனைகள் மூலமாகத்தான் சபையில் நடக்கின்ற பல ஊழியங்களும் தடைப்பட்டு മുന്നുക്ക് പോകാമലും ഇരിക്കുന്നത് എന്ന് നാം പുரிந்து കൊள்ள வேண்டும். പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഈ പോക്ക് നോക്കുമ്പോൾ ഒരിക്കലും ഇത് ഇനിയും കൂടുതലായിട്ട് പോകുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. இந்த உலகத்தை நோக்கி பார்க்கும்போது இந்த உலகத்தினுடைய போக்கு இனியும் ரொம்ப காலம் உண்டு என்று நாம் நினைக்க முடியாது. നമ്മൾ ജീവിക്കുന്നത് ഒരു അതം പിടിച്ച ഒരു വൃത്തികെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. நாம் இன்று வசித்திருக்கின்ற இந்த லோகம் என்பது உலகம் வந்து ஒரு மோசமான உலகத்தில் நாம் வாழ்ந்து கொண்டிருக்கின்றோம். അന്യനും സ്നേഹമില്ലാതെയാണ് ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. അന്യോന്യ സ്നേഹം, അൻപ് என்பது തനിந்து പോയിരിക്കുന്ന ഒരു ഉലകത്തിൽ നാം வாழ்ந்து കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയും വേഗം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ് സംഭവിക്കാനായിട്ട് പോകും. നാം വിരുമ്പുவது കർത്തരാகிய இயேசு கிறிஸ்துவினுடைய வருகை எவ்வளவு சீக்கிரமாக நடக்க வேண்டும் என்று நாம் விரும்புகிறோம். നമുക്ക് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ അവൻ വീണ്ടും രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് നമ്മുടെ മധ്യയെ കടന്നു വരുവാനായിട്ട് പോകുന്നു. തെസ്സലോനിക്ക அதிகாரத்தில் நாம் வாசிக்கும் வண்ணமாக நம்முடைய கர்த்தர் ராஜாதி ராஜாவாக எவ்வளவு சீக்கிரமாக வரப்போகிறார் என்ற நம்பிக்கையோடு நாம் காத்திருக்கிறோம். അത് നമ്മുടെ ഈ ഈഗോ, ഈ പ്രശ്നങ്ങള്, ഇതിനൊന്നും കണക്ക് പറയേണ്ട സമയമൊന്നും അവിടെ ആയിരിക്കില്ല. കർത്താവും നമ്മളും തമ്മില് വ്യക്തിപരമായ രീതിയിലെ ചില നിരപ്പുകൾ സംഭവിക്കുന്ന ഒരു നേരമായിരിക്കും. நம்மளுடைய மனக்கசப்புகள் அதை பேசி நம்மளுடைய நேரத்தை கடக்கக்கூடிய காலம் அல்ல இது. എന്നാൽ കർത്തരാகிയ യേശു ക്രിസ്തു എவ்வளவு സീക്രமாக வரப்போகிறார் എന്ന് നാം നമ്പ வேண்டும். നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചില ദൗത്യങ്ങളുണ്ട്. ലോകം എവിടെയും ചെന്ന് സുവിശേഷത്തെ അറിയിക്കുക എന്നുള്ളത്. കർത്തരാகிய യേശു ക്രിസ്തു നമുക്ക് കൊടുക്കപ്പെട്ട ചില കട്ടളകളുണ്ട്. ഉലകമെങ്ങും ചെന്ന് സുവിശേഷത്തെ അറിയുക, നற்செய்தி അറിയുക എന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ പേരിനെ സ്ഥാപിക്കുവാനായിട്ട് പലവിധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രവർത്തന മേഖലകളിൽ നമ്മൾ കൊണ്ടുവരുന്നത്. നാം നമ്മളുடைய പേർ മുന്നാக வர வேண்டும் என்று நாம் நினைத்து பல ஊழியங்களில் நாம் அதற்காக மட்டும்தான் நாம் போகிறோம். പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ ഒരിക്കലും ഭയങ്കര പുണ്യവാളനായിട്ടല്ല അവിടെ ഞാൻ നിൽക്കുന്നത്. എനിക്കും വേണ്ടിയായിട്ടാണ് ദൈവം സംസാരിക്കുന്നത് അറിഞ്ഞാണ് ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. நான் இங்கு இருக்கும்போது ஒரு புனிதனாக நிற்கவில்லை, இனியும் சேர்த்தித்தான் நான் சொல்கின்றேன். என்னுடைய குறைவுகளை நான் அறிந்துதான் சொல்கின்றேன். എനിക്കറിയാം, എൻ്റെ ചില പഴയ നാളുകളിലൊക്കെയും പ്രോഗ്രാംസിന് പോകുമ്പോൾ എല്ലാ മ്യൂസിഷ്യന്റെ പേര് പറയട്ടെ, എന്റെ അവസാനത്തെ പേര് എന്റെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുമാതിരി ഈഗോ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. எனக்கு தெரியும் நாட்களில் எல்லா அந்த மியூசிக்கினுடைய இசையினுடைய பேர்கள் ஒவ்வொருவருடைய பேரை சொல்லி என்னுடைய பேர் கடைசி சொல்லும் போது எனக்கும் ഒരു മനതിൽ ഒരു பெரிய ഒരു തടുമാറ്റം ഏർപ്പെട്ടതുണ്ട്. അപ്പൊ ചിലപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി ഈ ഓഡിയൻസിന് വേണ്ടിയാണോ ഞാൻ വായിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി അവന് വേണ്ടിയിട്ടാണോ ഞാൻ വായിക്കുന്നത്? ദൈവാത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായി. മനതിലുള്ള ഭാരം ഞാൻ நினைப்பதுண்டு. எனக்காகவா நான் செய்கின்றேன், அந்த ஆடியன்ஸ்க்காகவா செய்கின்றேன், அந்த கர்த்தருக்காகவா செய்கின்றேன் എന്ന് நினைத்ததுണ്ട്. പിന്നെ അങ്ങനെ ദൈവസന്നിധിയിൽ എന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഞാൻ ഓഡിയൻസിനല്ല കണ്ടത്, എന്റെ ക്രൂശിനായ എന്റെ കർത്താവിനാണ് ഓഡിയൻസിനെ മുമ്പായിട്ട് കാണുവാനായിട്ട് ഇടയായിത്തത്. என்னுடைய மனதில் நான் இது பண்ணும்போது இல்லை, இந்த ஆடியன்ஸுக்கு கர்த்தருடைய நாமம் மகிமைப்படுவதற்காக நான் செய்கின்றேன் என்று என்னை நானே நினைத்துக் கொண்டேன். പിന്നെ ഞാൻ കാണുന്നതൊക്കെയും ശുശ്രൂഷകളൊക്കെയും പോകുമ്പോൾ, കർത്താവെ അങ്ങയുടെ മുമ്പാകെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആണ് ഞാൻ പ്രാർത്ഥിച്ചു പോകുവാനായിട്ട് ഇടയായത്. ஒவ்வொரு ஊழியங்களுக்கும் கடன் செல்லும் பொழுது கர்த்தரே, நான் அந்த ஊழியத்தில் சென்று என்ன செய்ய வேண்டும் என்பதை எனக்கு காண்பித்துக் கொடுக்கும் என்று വേண்டிக் കൊണ്ടുதான் ഞാൻ ചെല്ലുവേൻ. ഇത് നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികളെ നോക്കാതെ നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ഭക്തിയോടെ അവനെ ആരാധിക്കും, അല്ലെങ്കിൽ എത്രമാത്രം ഭക്തിയോടെ നമ്മുടെ ജീവിതങ്ങളെ ചെയ്യും എന്ന് നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ ശോധന ചെയ്യാം. நாம் சுற்றிலும் இருக்கிற ஜனங்களை பார்க்காமல், சுற்றிலும் இருக்கின்ற மக்களை பார்க்காமல், நான் என்னுடைய வாழ்க்கையில் கர்த்தருக்காக என்ன செய்ய முடியும் என்று நான் நினைத்து அந்த காரியங்களை நாம் செய்ய வேண்டும். നമുക്കറിയാം, കാൽവരി കുരിശിലെ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ഒരു കർത്താവിനെ നമ്മൾ ഓർക്കേണ്ടതായിട്ട്. നമുക്ക് தெரியும், அந்த கால்வரி சிலுவையில் நமக்காக ஜீவனை விட்ட நம்முடைய கர்த்தரை நினைத்து நாம் காரியங்கள் செய்ய வேண்டும். ഈ കാണാതെ പോയ നമ്മളെ സ്നേഹിക്കുവാനായിട്ട്, കർത്താവ് നമ്മളെ നേടിയെടുക്കുവാനായിട്ട് ഈ ഇടയൻ ലോകത്തേക്ക് നമ്മളെ തേടി വരുവാനായിട്ട് ഇടയായിട്ട്. കാണാതെ പോണ ആടുകളാൽ നമ്മെ അവർ കണ്ടുകൊള്ള முடியாத இந்த உலகத்துக்கு കടന്നു വந்தார். നമ്മുടെ പാപം മുഴുവനും അവന്റെ മേലെ ഏൽപ്പിച്ചു കൊടുത്ത്
ക്രൂശിതനായി അവൻ നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. நம்முடைய பாவங்களை எல்லாம் உலகத்தினுடைய ஒவ்வொருவருடைய பாவங்களை தன்மேல் ஏற்றுக்கொண்டு அந்த சிலுவையை சுமந்து நமக்காக மரித்தார். അതൊരു വലിയൊരു അഗോണിയാണ് കർത്താവ് നമുക്ക് വേണ്ടി സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. அது பெரிய தியாகம் தான் கர்த்தர் நமக்காக அதை ஏற்றுக்கொண்டது. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഈ നല്ല കർത്താവിനെ സ്വീകരിക്കാതെ ഇരിക്കുന്നെങ്കിൽ, இந்த இந்த என்னை கேட்கின்ற ஒவ்வொருவரும் இந்த கர்த்தரை நீங்கள் ஏற்றுக்கொள்ளாமல் இருந்தால், നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. சில வார்த்தைகளை சொல்லி நான் இதை நிறுத்த விரும்புகின்றேன். മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അനേക ദൈവങ്ങളെ മനുഷ്യൻ വണങ്ങിക്കൊണ്ടിരിക്കുന്നു. மனிதனுடைய பாவத்தின் பரிகாரமாக அநேக தெய்வங்களை முன்னிறுத்தி அவன் நோக்குகின்றார். അനേക ദൈവങ്ങളെ അവന്റെ കൈകൾ കൊണ്ട് സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. அநேக தேவர்களை அவன் தன்னுடைய கைகளால் சிருஷ்டித்து அதை வணங்குகின்றார். എന്നാൽ ജീവനുള്ള ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ஆனால் ஜீவனுள்ள தேவன் நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവവചനമാണ് സത്യമായിട്ട് നമ്മളെ ബോധിപ്പിക്കുന്നത് കർത്താവ് ജീവിക്കുന്ന ഒരു ദൈവമാണ്. நீங்கள் விசுவாசித்தாலும் விசுவாசியாவிட்டாலும் நமக்கு வேதம் சொல்கிறது ജീവനുള്ള ദൈവൻ നമ്മുടെ കർത്തരാகிய യേശു ക്രിസ്തു மட்டுமே. ബില്ലി ഗ്രാമങ്ങള് ഒരു മെസ്സേജിൽ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. பில்லி கிராம் சுவிசேஷகனாகிய பில்லி கிராம் அவர்கள் இப்படியாக சொன்னதாக கேள்விப்பட்டிருக்கின்றேன். നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ പെടഞ്ഞു മരിക്കുമ്പോൾ നാം ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അവനൊന്ന് ഓർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. நம்மளுடைய கர்த்தராகிய இயேசு கிறிஸ்து சிலுவையில் அவர் ரொம்ப மரிக்கும் போது நம்ம ஒவ்வொருவருடைய முகத்தையும் அவர் பார்த்தார் என்று சொல்கின்றார். നമ്മൾ വിചാരിക്കും അത് എങ്ങനെയാണ് ഒരു 3 മണിക്കൂറിന്റെ ഒരു പ്രോസസ്സില് ഇനി ജനിക്കാനുള്ളവരെയും അല്ലെങ്കിൽ മരിച്ചവരെയും അല്ലെങ്കിൽ ജീവിക്കുന്ന ഓരോരുത്തരെയും എങ്ങനെ ഓർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ഒരു പക്ഷെ നമ്മൾക്ക് ഒരു ചിന്ത വരും. நாம் நினைப்போம் எப்படி நம்மையும் இந்த உலகத்தில் இருக்க கொடான கோடி மக்களை இனி வரப்போகின்ற மக்களையும் அவர் நினைத்தார். இந்த 3 மணி நேரத்தில் அவர் நினைத்தார் என்று நாம் சிந்திக்கும் போது നമുക്ക് ആശ്ചര്യമാகத்தான் இருக்கும். പക്ഷേ ഇവിടെ ആ മെസ്സേജിൽ ഇങ്ങനെയാണ് ആ ദാസൻ പറഞ്ഞ് അവസാനിച്ചത്. അവൻ ദൈവമായതുകൊണ്ടും നമ്മുടെ ഇങ്ങനെ ചിന്തിക്കുവാൻ നമ്മുടെ ബുദ്ധിയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ബുദ്ധി അങ്ങനെ ആയതുകൊണ്ടും അവൻ വ്യക്തിപരമായി നമ്മുടെ പേരുകളെ അവിടെ ഓർക്കുവാനായിട്ട് ഇടയാക്കി. அவர் சொல்கின்றார் இவ்வளமாக அவர் இந்த உலகத்தில் உள்ள எல்லா மனிதர்களையும் அவர் தேவனாக இருந்ததினால் நம்மை சிருஷ்டித்ததினால் அவர் என்ன பண்றார், எல்லாருடைய பேர்களையும் அந்த 3 மணி நேரத்துக்குள்ளாக அவர் சிருஷ்டி கர்த்தர், அதனால் அவர் நினைத்தார் என்று அவர் சொல்கிறார். നമ്മുടെ കർത്താവിനെ ഓംനി പൊട്ടന്റ് ഗോഡ് എന്ന് പറഞ്ഞെങ്കിൽ ഈ കാര്യം നമ്മൾ വിശ്വസിച്ചേ മതിയാവും. அவர் சக்தி உள்ள தேவனாய் இருக்கின்றார், சகலத்தையும் அறிந்த தேவனாய் இருக்கின்றார் என்று நாம் நம்புவதால் இதையும் நம்பியே ஆக வேண்டும். അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ക്രൂശിലേക്ക് കടക്കുമ്പോൾ നമ്മളെ കുറിച്ച് കർത്താവ് നമ്മളെ പേരുകളെ ഓർത്ത് സന്തോഷിപ്പാനായിട്ട് ഇടയാക്കി. ஆகையால் தனிப்பட்ட நிலையில் நாம் நம்புவது என்னவென்றால் கர்த்தராகிய இயேசு கிறிஸ்து அந்த சிலுவையில் அந்த பாடுகளை அனுபவிக்கும் போது ஒவ்வொருவரையும் நினைத்து நம்மளுடைய ஒவ்வொருவரையும் வேறு வேறாக ஒவ்வொருவரும் நினைத்து அந்த பாடுகளை சகித்துக் கொண்டு നമ്മുടെ അവന്റെ കണ്ണുകളിൽ നമ്മളെ ഒരു വിലയേറിയ ഒരു പാത്രങ്ങളായിട്ട് അവൻ കാണുവാനായിട്ട് ഇടയാക്കുന്നതിന്റെ ഒരു വലിയൊരു അർത്ഥമാണ് നാം ദൈവസേനയിൽ ഇന്നായിരിക്കും. தன்னுடைய கண்களில் நம்மை ஒவ்வொருவரையும் நினைத்து நம்ம மேல் கிருபை செலுத்தினார் என்று நாம் காண வேண்டும். നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത എല്ലാ കുറവുകളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുമ്പാകെ നമുക്ക് ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. நம்மால் பரிகரிக்க முடியாத எல்லா காரியங்களையும் அந்த குறைகளை எல்லாவற்றையும் இயேசு கிறிஸ்துவின் முன்பாக நாம் സമർപ്പിച്ചു பார்ப்போம். പാപം ഉണ്ടെങ്കിൽ ഒരിക്കലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരില്ല. നമ്മിൽ പാപം இருந்தால் தேவனை மகத்துவப்படுத்த முடியாது. നമ്മൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു ലൈഫായിരിക്കും പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ. நாம் எவ்வளவுதான் ஜெபம் செய்தாலும் நம்மளுடைய உள்ளத்தில் ஒரு நிறைவேற்றமாக ஒரு வெற்றுத்தன்மையா உள்ளதாக இருக்கும் பாவம் நம்மில் இருந்தால். നമ്മൾ കർത്താവിന്റെ അടുത്ത് സംസാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ധൈര്യം പ്രാപിക്കണമെങ്കിൽ ആ കർത്താവ് ഇത് ചെയ്യുമെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ഏൽപ്പിക്കുന്നെങ്കിൽ അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളില്ല എന്നതാണ്. நம்மளுடைய வாழ்க்கையில் பாவம் இல்லாத இருக்கும்போது மட்டும்தான் நம்மளுடைய கர்த்தரை நோக்கி நாம் ஜெபம் பண்ணும்போது அந்த அந்யோன்ய ஐக்கியத்தோடு நாம் என்ன பண்ணுவோம்,
இது உறுதியாக என்னுடைய கர்த்தர் எனக்கு செய்வார் என்ற நம்பிக்கை நம்மளுடைய வருகிறது. നമുക്കറിയാം സകലത്തിന് മേലെ അധികാരമുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. சகலத்துக்கு மீதான அதிகாரம் உள்ளவர் நம்முடைய கர்த்தர். നമ്മുടെ രോഗങ്ങളുടെ മേലെ അവന് അധികാരമുണ്ട്. எல்லாம் உலகத்திற்கும் வியாதிகளில் எல்லாவற்றுக்கும் அவருக்கு அதிகாரம் உண்டு. നമ്മുടെ പാപങ്ങളുടെ പരിഹാര പ്രശ്നങ്ങൾക്ക് മേലെ അവന് അധികാരമുണ്ട്. பாவத்தின் மேலுள்ள அந்த விடுவி மன்னிக்கக்கூடிய அதிகாரம் அவரில் உண்டு. നമ്മുടെ ഡിപ്രഷൻസിന്റെ മേലെ അവന് അധികാരമുണ്ട്. நம்மளுடைய மன வருத்தம், டிப்ரெஷன் അതിലേക്കും அதுக்கு மேலேயும் அவருக்கு அதிகாரம் உண்டு. ഈ ലോക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മേലെ നമ്മുടെ കർത്താവിന് അധികാരമുണ്ട്. அந்த உலகத்தில் உள்ள சகல பிரச்சனைகளுக்கு மீதாக அவருடைய அதிகாரம் உண்டு. അതുകൊണ്ട് അർത്ഥമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ തന്നെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു. ஆகையால் ஒரு அர்த்தமுள்ள கிறிஸ்திய வாழ்க்கை வாழ നമ്മை നാമേ ദൈവത്തിൽ നാം സമർപ്പിക്കും. ഒരു സമർപ്പണ ബോധത്തോടു കൂടി നമുക്ക് ഇന്ന് ഈ സഭാ ഹാളിൽ നിന്ന് കടന്നു പോകാം. ഒരു അർപ്പണ ബുദ്ധിയോട് നാം இந்த സഭയിലൂടെ ഹാളിൽ നിന്ന് നാം കടന്നു ചെല്ലുന്നു. കുറവുകളില്ലാതെ കർത്താവിന്റെ സന്നിധിയിലെ ഒരു ദിവസം ഈ രാജാതിരാജാവിന് മുമ്പാകെ നിൽക്കുമ്പോൾ അനേക ജനങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നയിക്കുന്നവരായിട്ട്, ക്രിസ്തുവിനെ വേണ്ടി നേടിയവരായിട്ട്, കറകളില്ലാതെ നമുക്ക് ദൈവസന്നിധിയിലെ ആയിരിക്കാം. குறைவில்லாமல் നമ്മൾ தேவனுடைய சந்நிதியில் ஆயிருந்து அவருடைய நாமத்தை மகத்துவப்படுத்தி நாம் இந்த சபையிலிருந்து கடந்து செல்வோம். ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. இந்த வார்த்தைகளால் தேவன் தாமே உங்களை எல்லாവരും ആശീർവദിപ്പാറാകട്ടെ. എനിക്ക് ഈ സാവകാശം നൽകിയ ദൈവസഭയോടുള്ള നന്ദിയും എന്റെ കർത്താവിനോടുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നോളുന്നു. ദൈവനാമത്തോടുമാറാകട്ടെ. தேவனுடைய நாமம் மட்டும் மகிமைப்படுவதாக.